ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ദിവസത്തെ 2 കേക്ക് ഓർഡറുമായിട്ടാണ് കേട്ടോ. അപ്പം ആദ്യം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ നോർമലായിട്ട് വൈറ്റ് ഫോറസ്റ്റ് എങ്ങനെയാണോ ഡെക്കറേറ്റ് ചെയ്യുന്നത് ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ 8 ഇഞ്ചിൻ്റെ പാനിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ്. 1 kg ആ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ മുന്നേ നമ്മൾ 1 kg ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഴയ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് എൻ്റെ നൈബർ ഫ്രണ്ടിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അവളുടെ മോള് എനിക്ക് ഓർഡർ തന്നതായിരുന്നു. ഉമ്മാക്ക് സർപ്രൈസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ അവർക്ക് നോർമൽ വൈറ്റ് ഫോറസ്റ്റ് എങ്ങനെയാണോ അതുപോലെ തന്നെ മതി. അപ്പോൾ കൂടുതൽ കളറോ കാര്യങ്ങളൊന്നും ചേർക്കാതെ ആ ഒരു രീതിയിൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഫൈനൽ കോട്ടാണ് കേട്ടോ അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ തലേ ദിവസത്തെ കേക്കിൻ്റെ സ്റ്റാറ്റസ് കണ്ടപ്പം എൻ്റെ അടുത്ത് ഇവളാണെങ്കിൽ ഈ ഒരു ബർത്ത്ഡേൻ്റെ ആളുണ്ടല്ലോ, പുള്ളിക്കാരി എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്, എനിക്കൊരു കേക്ക് ഉണ്ടാക്കി തരുമോ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കി തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ, നിൻ്റെ മോൾ എനിക്ക് ഓർഡർ തന്നിട്ടുണ്ടെന്നുള്ളത് പറയാൻ പറ്റില്ലല്ലോ. മോള് പറഞ്ഞിട്ടുണ്ട് ഇത് സർപ്രൈസ് ആയിട്ട് ഉമ്മാക്ക് കൊടുക്കണതാണ്, അപ്പോൾ ഉമ്മ അറിയരുത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതവിടെ സർപ്രൈസ് ആക്കി വെച്ചു. അപ്പോൾ ഇത് നന്നായിട്ട് ഫിനിഷിങ് ചെയ്തിട്ട് ഞാനിത് ഫ്രിഡ്ജിലോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് നമ്മൾക്കൊരു 1 kg ബട്ടർ സ്കോച്ച് കേക്കായിരുന്നു. അപ്പോൾ ബട്ടർ സ്കോച്ചിൻ്റെ പെർഫെക്റ്റ് സോസൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തതാണ്. ഇനി നമ്മൾ ഫൈനൽ കോട്ട് ചെയ്യാനായിട്ട് ഈ ഒരു മാജിക് കളേഴ്സിൽ സ്കിൻ ടോൺ കളറാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അതിലൊരു 2 ഡ്രോപ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈറ്റ് സ്കിന്നിൻ്റെ ഒരു കളർ കിട്ടും. അപ്പോൾ ആ ഒരു കളറാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കസ്റ്റമർ ഇതുപോലെ സർപ്രൈസ് കൊടുക്കുകയാണ്. അമ്മ മോൻക്ക് സർപ്രൈസ് കൊടുക്കുകയാണ്. ചെറിയ മോനാണ്. അപ്പം മോൻക്ക് വേണ്ടിയിട്ടുള്ള കേക്കാണ്. അതുകൊണ്ട് തന്നെ ബട്ടർ സ്കോച്ച് നമ്മൾക്ക് അറിയാലോ നോർമൽ എങ്ങനെയാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇവർക്ക് നോർമൽ ഡെക്കറേഷൻ അല്ല വേണ്ടത്, പുറമെ കുട്ടിയാണ്, ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു തീം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾക്ക് പല കസ്റ്റമറും പല രീതിയിലാണ് കേട്ടോ. ഇപ്പോൾ ആദ്യത്തെ കസ്റ്റമർ കണ്ടില്ല, അവർക്ക് കളറൊന്നും ചേർക്കേണ്ട, നോർമൽ എങ്ങനെയാണോ വൈറ്റ് ഫോറസ്റ്റ് ആ ഒരു രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഈ ഒരു കസ്റ്റമർ നമ്മൾക്ക് നോർമൽ ഡെക്കറേഷൻ അല്ല, പുറമേക്ക് നല്ല അട്രാക്ഷൻ വേണം. അപ്പോൾ അങ്ങനെ നമുക്ക് 2 തരത്തിലുള്ള കസ്റ്റമർ ഉണ്ടാവും കേട്ടോ നമ്മളെ കേക്കിൻ്റെ ഒരു ഇതിൽ. അപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് 7 ഇഞ്ചിൻ്റെ 2 പാനിലായിട്ട് 1 kg ബാറ്റർ ഒഴിച്ചിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ 4 ലെയറിൽ കിട്ടിയിട്ടുള്ളത്. കുറച്ച് ഹൈറ്റിൽ കേട്ടോ, കാരണം നമ്മളൊരു ആ ഒരു പിക്ചർ വരുന്നത് ഇത്തിരി ഭംഗി കാണണമെന്നുണ്ടെങ്കിൽ ഇത്തിരി ഹൈറ്റിൽ ചെയ്തെടുക്കണം. അപ്പോൾ 1 kg കേക്കാണ് ഇവർക്ക് വേണ്ടതും. അപ്പോൾ നമ്മളൊരു ഇത്തിരി ഹൈറ്റ് കൂട്ടിയിട്ടാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ കസ്റ്റമറൊക്കെ ഏത് ടൈപ്പാണെന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം എൻ്റെ വീഡിയോസ് കാണുന്നത് കൂടുതലും ഹോം ബേക്കേഴ്സൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എങ്ങനെയുള്ള കസ്റ്റമറാണ് കിട്ടാറുള്ളത്, നോർമൽ ടൈപ്പിൽ കേക്ക് മതി, അല്ലെങ്കിൽ ചില കസ്റ്റമറൊക്കെ എൻ്റെ അടുത്ത് വെഡിങ് കേക്കൊക്കെ തരുന്ന ടൈമിൽ എൻ്റെ അടുത്ത് പറയാറുണ്ട് കേട്ടോ, പുറമേക്ക് നല്ല ഭംഗി ഉണ്ടായിക്കോട്ടെ, ഉള്ളിൽ ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും യാതൊരു കുഴപ്പമില്ല എന്ന്. പക്ഷേ നമ്മളങ്ങനെ ചെയ്യില്ലല്ലോ, കാരണം ഒത്തിരി പേര്, ഒരുപാട് പേര് കഴിക്കുന്നതാണ് നമ്മൾ വെഡ്ഡിങ്ങിനൊക്കെ നമ്മളുടെ കേക്ക്. അപ്പം ഈ ഒരു കേക്ക് നമ്മൾ ഉള്ളിലോട്ട് അതിൻ്റെ ടേസ്റ്റ് മോശമാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ പേര് നമ്മൾക്ക് തന്നെയാണ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് തീർച്ചയായിട്ടും ഉള്ളിലാണെങ്കിലും നല്ലതുപോലെ, പിന്നെ പുറമേക്ക് അവർ പറയുന്ന ആ ഒരു ഡെക്കറേഷൻസും കൂടി നമ്മൾ ചെയ്ത് കൊടുക്കാറാണ് പതിവ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചില ടീമുകളുണ്ട്, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, കാരണം ചിലർക്ക് ചിലപ്പോൾ ഫോണ്ടൻറ്റ് വർക്കൊക്കെ ആയിരിക്കും. ഫോണ്ടൻറ്റ് വർക്കൊന്നും അവർ ഒരിക്കലും ചിലപ്പോൾ കഴിക്കുന്ന പോലും ഉണ്ടാവില്ല, എങ്കിൽ കൂടി കാണാൻ പുറമേക്ക് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയിൽ ചെയ്ത് കൊടുക്കാനായിട്ട് പറയും. ഫോണ്ടൻറ്റ് അടിപൊളിയാക്കി വർക്കൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് പറയും. പക്ഷെ അവർക്ക് കഴിക്കാനല്ല, അത് പുറമേക്ക് കാണാനുള്ള അട്രാക്ഷന് വേണ്ടിയിട്ട് പറയുന്നതാണ്. അങ്ങനെ പറഞ്ഞിതാ നമ്മളെ കേക്ക് ഇവിടെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള വൈറ്റ് ഫോറസ്റ്റ് ഞാൻ പുറത്തെടുത്തിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് അറിയാലോ നമ്മൾ നോർമൽ വൈറ്റ് ഫോറസ്റ്റ് എങ്ങനെയാണോ ഡെക്കറേറ്റ് ചെയ്യുക അതുപോലെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് രാവിലെ തന്നെ ഒരു 7 മണിയാകുമ്പം വീട്ടിലെത്തിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് രാത്രിയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ എല്ലാ സൈഡിലും ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ചോക്ലേറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബട്ടർ സ്കോച്ചിൻ്റെ ആ ഒരു കേക്ക് ഫിനിഷ് ചെയ്യാൻ നേരത്തെ എൻ്റെ കയ്യിൽ കുറച്ച് ക്രീം ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ നേരെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജിലല്ല, ഫ്രീസറിലാട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് അത് എടുത്തപാട് അത് അതേപടി ചെയ്തതാണ് ഇപ്പോൾ ഈ ഒരു കാണുന്നത്. അത് ഭയങ്കര സ്റ്റെക്കായി പോയിട്ടോ, ഇങ്ങോട്ട് തിരിച്ച് വന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. കണ്ട നല്ല കട്ടിയിലാണ് വരുന്നത്. കുറച്ച് നേരത്തെ എടുത്ത് പുറത്ത് വെക്കണമായിരുന്നു. അപ്പോൾ ഞാൻ ബാങ്ക് വിളിച്ചത് കാരണം ഞാൻ പിന്നെ കേക്ക് അവിടെ ഇട്ടിട്ട് പോയതായിരുന്നു. അപ്പോൾ ഞാൻ ക്രീം വേഗം ഫ്രീസറിലേക്ക് വെച്ചു. ഇനി ജസ്റ്റ് ഒന്നുമില്ല, നമ്മളത് എടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ആ കവർ പിടിച്ചിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്തെടുത്തിട്ട് വീണ്ടും ഇതുപോലെ വരച്ചു കൊടുത്താൽ മതി.
അപ്പോൾ ഇതുപോലെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ ക്രീമെല്ലാം അപ്പിൾക്കപ്പം തന്നെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് പിന്നെ എടുത്താൽ മതി. പ്രശ്നമുള്ളതൊന്നുമല്ല. പക്ഷേ അത് എടുക്കുന്ന ടൈമിൽ നന്നായിട്ട് തന്നെ ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്രീം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വരും കേട്ടോ. അപ്പോൾ ഞാനത് ജസ്റ്റ് ആദ്യം അങ്ങനെ ചെയ്യാതെ പെട്ടെന്ന് തന്നെ എടുത്ത വഴിക്ക് വരക്കാൻ നോക്കി. അതാണ് അവിടെ സ്റ്റക്കായത്. നല്ല ഫ്രീസായിട്ട് ഇരിക്കുകയായിരുന്നല്ലോ ക്രീം. അപ്പോൾ അതാ ഫുള്ള് റോസറ്റ വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. നൂർ N1 നോസിൽ വെച്ചിട്ട് ഫുള്ള് റോസറ്റ വരച്ച് കൊടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ നടുവിലായിട്ട് ഇനി പേരും കൂടെ എഴുതാനുള്ളൂ. അപ്പോൾ പേര് എഴുതണത് ഞാൻ കാലത്താണ് കേട്ടോ. ഇത് കാണിക്കാൻ കാരണം ഇത് ഫോട്ടോ പ്രിൻറ്റ് നമ്മൾ തലേ ദിവസം എനിക്ക് ഫോട്ടോ പ്രിൻറ്റിൻ്റെ കേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫോട്ടോ പ്രിൻറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ കുറേ സ്പേസ് ബാക്കി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ എന്നും കൂടെ എഴുതിയിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് കേക്കിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഫോട്ടോ പ്രിൻറ്റിൽ ചെയ്തതാണ്, എഡിബിളാണ്, കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് തലേ ദിവസം തന്നെ റെഡിയാക്കി വെക്കാതിരുന്നത്. കൊടുക്കാൻ നേരത്താണ് കേട്ടോ ഞാനിതൊന്ന് വെച്ച് കൊടുക്കുന്നത്. അപ്പം പിന്നെ ഹാപ്പി ബർത്ത്ഡേ ഉമ്മ എന്നാണ് എഴുതാനുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അങ്ങനെ അത് ഡെലിവറി ചെയ്തതിന് ശേഷം ഞാൻ നമ്മളെ ബട്ടർ സ്കോച്ചിൻ്റെ കേക്ക് എടുത്തു. ഇതിന്മേൽ ഞാൻ സൈഡിൽ ചെറുതായിട്ട് ഇതുപോലെ ഗ്രാസ് നോസിലിൻ്റെ ഈ ഒരു ഡിസൈനാണ് കേട്ടോ കൊടുക്കുന്നത്. ഞാൻ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുള്ള ഒരു ഡെക്കറേഷൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും കാണിക്കാനൊന്നുമില്ല. മാജിക് കളേഴ്സിൽ ഗാർഡൻ ലീഫ് എന്നുള്ള ആ ഒരു ഗ്രീൻ കളറാണ് കേട്ടോ അതിൽ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ നമ്മൾ ആ ഗ്രാസ് നോസിൽ അറിയാമല്ലോ കുറേ ഡോട്ട് ഉണ്ടാവും. അത് വെച്ചിട്ട് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ഫ്രണ്ടിലോട്ട് വലിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈൻ കിട്ടും കേട്ടോ. അങ്ങനെ ഫുള്ളായിട്ട് തന്നെ വരച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് സൈഡിലായിട്ടും ഈ ഒരു ടോപ്പറാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടിക്ക് കാറ് ഭയങ്കര ഇഷ്ടമാണ്, കാറുകൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു തീമിൽ ചെയ്താൽ മതി എന്നുള്ളത്. അപ്പോൾ ഞാനിതാ ജസ്റ്റ് അതിൻ്റെ ആ ഒരു കാലുണ്ടല്ലോ, ഇത് ടോപ്പറാണ്, കുത്തി വെക്കുന്ന ടോപ്പറാണ്. നമുക്ക് ഷോപ്പിൽ പോയാൽ ഇങ്ങനെ കിട്ടും. ഇത് കാർട്ടൂണിലുള്ളവർക്ക് അറിയുന്നുണ്ടാവും, കുട്ടികൾക്കൊക്കെ അറിയാൻ പറ്റും ഈ ഒരു കാറിൻ്റെ പേരൊക്കെ. അപ്പം അതിൻ്റെ ഒരു കാല് ഊരിയതിന് ശേഷം ഞാനിങ്ങനെ സൈഡിൽ ഒട്ടിച്ച് കൊടുക്കുകയും മുകളിൽ ഞാനത് ടോപ്പറായിട്ട് അതുപോലെ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ ചെയ്യണത്. ഇതിലും നമ്മൾ ആ ഒരു ഫോട്ടോ പ്രിൻറ്റിൽ എഴുതിയിട്ടുള്ള ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളത് എഴുതി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 2 ടോപ്പർ ലാഭമായില്ല. പക്ഷേ ഞാൻ വിചാരിച്ചതിനേക്കാളും കുറച്ച് വലിയ ഇതിൽ എഴുത്താണ് കേട്ടോ കിട്ടിയിട്ട്, ഫോണ്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഹാപ്പി ബർത്ത്ഡേ എന്നാൽ കുറച്ചും കൂടി ചെറുതായിട്ടുണ്ടെങ്കിൽ കുറച്ച് നല്ല ഭംഗിയായിരുന്നേ. അപ്പോൾ 7th ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ ആ ഫോം ഷീറ്റിൽ 7th നമ്പേഴ്സ് കട്ട് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു 7th എന്നുള്ളതും കൂടി കട്ട് ചെയ്തിട്ട് സ്റ്റിക്കിൽ കുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചോക്ലേറ്റും കൂടെ അതിൻ്റെ കൂടെ അവർ കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു കേക്കും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ വീഡിയോ കാണാനായിട്ട്. പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കേട്ടോ വീഡിയോ കാണാനായിട്ട്. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ.